തേരി മേരി രചന റോബു റോബസ്റ്റൻ അവതരണം സൽസാമുസ്തു. ശ്രുതി, നീ അത് വിട്ടേക്ക്, എന്നിട്ട് തിരിച്ചു പോകാൻ നോക്ക്. എനിക്ക് കുറച്ച് നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കണം. പിന്നെ ഇക്കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരും അറിയരുത്, കേട്ടല്ലോ. നീ ഒന്നും പറയണ്ട, നീ പോകാൻ നോക്ക്. ധ്രുവിനെ പറയാൻ അനുവദിക്കാതെ ശ്രീ അവനെ തിരികെ പറഞ്ഞയച്ചു. കാശി, സിദ്ധാർത്ഥ്, ഞങ്ങളുടെ ഭാര്യമാരെ പരിചയപ്പെട്ടില്ലല്ലോ, വരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഗേൾസ് ടീമിൻ്റെ അടുത്തേക്ക് ചെന്നു. ജാൻ എവിടെ? റീമെ കാണുന്നില്ലല്ലോ. അവരുടെ കൂടെ ശ്രുതിയെ കാണാത്തത് കൊണ്ട് റയാൻ ചോദിച്ചതും റീമ ഞങ്ങളെന്ന് നോക്കി. അറിയില്ല, ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയതാ. ഞാൻ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അക്കു അപ്പം തന്നെ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറി. പിറകെ തന്നെ എന്തോ റീസൺ പറഞ്ഞ് അതും പോയി. സിദ്ധാർത്ഥ്, ഇതാണ് റയാൻ്റെ വൈഫ് റീമ, ആൻഡ് ഇതെൻ്റെ വൈഫ് റിൻഷ. ദേവൻ പറഞ്ഞത് കേട്ട് റിൻഷയും റീമയെ നോക്കി അവൻ നൈസ് ടു മീറ്റ് യു എന്നും പറഞ്ഞ് കൈകൂപ്പി. അതൊക്കെ കണ്ട് റിൻഷയും റീമയും പല്ല് കടിക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ടു. അല്ല, ഇവരെന്തൊന്നും പറഞ്ഞാത്തേ? നമ്മളൊക്കെ ഇനി ഒരു ഏറ്റവും ഫാമിലി ആകാൻ പോകുമല്ലേ, എന്നിട്ട് നിങ്ങളെന്തൊന്നും സംസാരിക്കാത്തേ? ഞങ്ങളെയും അവരെ നോക്കി അവൻ ചോദിച്ചതും ദേവനോട് റയാനും അവരോട് സംസാരിക്കാൻ പറയുന്നുണ്ട്. എത്ര പെട്ടെന്നല്ല മാറി മറിഞ്ഞത്. എന്നാൽ എന്നോടൊരു വാക്ക് പോലും പറയാതെ, ഇല്ല എനിക്ക് പറ്റില്ല, ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനിതിന് സമ്മതിക്കില്ല. റാമിനെ ഒത്തിരി ഹാർട്ടായിട്ടുണ്ട്. അച്ഛനെ ഓരോന്ന് പറഞ്ഞപ്പോഴും ഞാൻ നോക്കിയത് റാമിനെ മാത്രമാണ്. ആ സമയത്ത് റാമിൻ്റെ ഫീലിങ്സിന് മാത്രമായിരുന്നു എൻ്റെ എല്ലാ സംശയം തീരാൻ. യെസ്, ഹി ലവ്സ് മീ. ഇനി എനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം തുറന്നു പറയണം. എൻ്റെ സമ്മതമില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചിലതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് കയറി വാതിലടച്ചു. ഇങ്ങനൊരു കൂടിക്കാഴ്ച തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അച്ഛൻ വിളിക്കുമെന്ന് പറഞ്ഞ് നിഹ ത്രിമൂർത്തീസിനെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അവർ പോയി കഴിഞ്ഞതും സിദ്ധാർത്ഥിൻ്റെ വക ഡയലോഗാണ് നേരത്തെ കേട്ടത്. ഇല്ല, പ്രതീക്ഷയില്ല. ഈ നിഹ കൊച്ചിയുടെ വാടിപ്പോലെ നിൽക്കുമ്പോൾ ഇങ്ങനൊരു കൂടിക്കാഴ്ച തീരെ പ്രതീക്ഷിച്ചില്ല. അതും പറഞ്ഞുകൊണ്ട് ശ്രുതി കൂടി വന്ന് ജോയിൻ ചെയ്തതും അത്രയും നേരം ചിരിച്ചുകൊണ്ടെന്ന് അവൻ്റെ അവളുടെ മുഖം മാറി. എന്നാലും ഞാൻ ആലോചിക്കുമായിരുന്നു, റിച്ച് സ്വന്തം കാമുകന് അനിയത്തിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്ന ആദ്യത്തെ വനിത ഈ നിൽക്കുന്ന നിഹാരിക ആവൂലേ? പെവർ. ഹരെ വാ, ഈ സിറ്റുവേഷനിലും കൂടായി നിൽക്കുന്ന പോലെയുള്ള ആക്ടിംഗ് ഉണ്ടല്ലോ, അതിനൊരു അവാർഡ് തന്നെ ഞാൻ തരുന്നുണ്ട് കേട്ടോ. എന്തോ പറയാനൊരിക്കൽ നിഹയെ തടഞ്ഞുകൊണ്ട് അവൻ കയറി പറഞ്ഞതും ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ സമയം കലിപ്പ് കയറി. ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വെല്ലാൻ ആർക്കും സാധിക്കില്ലല്ലോ. നാട്ടുകാരുടെ എല്ലാം മുന്നിൽ സ്വന്തമായി ഒത്തിരി ചാരിറ്റി ക്ലബ്സുള്ള പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്ന മഹാത്മാവല്ലേ നീ? അതെ, അവരുടെയൊക്കെ മഹാത്മാവ് തന്നെയാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നീ കൂടുതൽ സന്തോഷിക്കണ്ട. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ കല്യാണവും നടക്കില്ല. ഇല്ല, നടക്കില്ല. സിധുവിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുമെന്ന് തോന്നിയോ നിങ്ങൾക്ക്? ഓഹോ, ഇത്രക്കും കോമൺ സെൻസ് ഇല്ലാതെ പോയോ നിങ്ങൾക്ക്? ടു ബാഡ്. ആ ഓവർ ആക്ടിങ് ഉണ്ടാ കോഹ ഞങ്ങളെയൊക്കെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവളുടെ മറ്റവനും അത് ശരിവെച്ചു. പിന്നെ എന്തിനാ ഈ ഡ്രാമയൊക്കെ? എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്ത്? എന്തിനാണെന്ന് നിനക്കൊന്നും അറിയില്ലേ? ഇല്ലേന്ന്. പെട്ടെന്ന് അവൻ റേസായതും നിഹ അവനെ പിടിച്ചു നിർത്തി. ആഹാ, നിങ്ങൾ പരിചയപ്പെട്ടോ എന്ന് ചോദിച്ചോണ്ട് അച്ഛനും സിദ്ധാർത്ഥിൻ്റെ അച്ഛനും കൂടി വന്നതും നിഹ വേഗം അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു. എങ്കിൽ ഞങ്ങൾ നല്ല വിശദമായി തന്നെ പരിചയപ്പെട്ടു അല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അവൻ ഞങ്ങളെ നേർക്ക് തിരിഞ്ഞതും ഞങ്ങൾ അവനെ ഒന്ന് തർപ്പിച്ചു നോക്കി. എല്ലാവരുടെയും യാത്ര പറഞ്ഞിറങ്ങാൻ നേരാണ് ഹരിനാരായണൻ പിന്നെ നന്ദുവിനെ അന്വേഷിക്കുന്നത്. അവളാകെ ടയേർഡായതിനാലും ഫ്രഷ് ആകാൻ പോയിരിക്കുകയാണെന്നൊക്കെ അക്ഷരയും ആയതിനെയും പറഞ്ഞതും പിന്നെ കൂടുതൽ ചോദ്യോത്തരങ്ങളൊന്നും ഉണ്ടായില്ല. ഗേൾസിനോടൊപ്പം കാറിലേക്ക് കയറുമ്പോഴും സിദ്ധാർത്ഥ ഒരുതരം പകയോടെ ത്രിദേവിസിനെ നോക്കി. മറ്റാരും അത് കണ്ടില്ലെങ്കിലും അവയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ചിലരുണ്ടായിരുന്നു. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോഴേക്കും ത്രിദേവ്സി പതിയെ തന്നെ മുങ്ങി. പിന്നെ മുങ്ങിയത് അവരുടെ റൂമിന് പുറത്താണ്. ഇതെല്ലാം തുടങ്ങി വെച്ചത് ത്രിമൂർത്തീസ് അല്ലേ? അപ്പോൾ ഈ ഉത്സവത്തിനെ കൊണ്ടും അവർ തന്നെയാണ്. നമുക്ക് അവരെ കൊണ്ട് തന്നെ ഈ എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്യിക്കണം. ഓക്കെ, എന്ത് പറഞ്ഞിട്ടാലും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യം നടത്തണം. സെറ്റല്ലേ? ശരിയാ, ഇന്ന് ഇതിലൊരു നടപടി എടുത്തേ മതിയാകൂ. ദാ വരുന്നുണ്ടവർ. റിച്ചു, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് റീമ എണീറ്റ് റയാന് പിറകെ റൂമിലേക്ക് കയറി. റിച്ചു, അപ്പം എല്ലാം പറഞ്ഞതുപോലെ വിട്ടു കൊടുക്കരുത്. ഇല്ലടാ, കൊടുക്കൂല. ഞാൻ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് റിൻഷയും പോയി. ശ്രുതി റൂമിലേക്ക് കയറിയതും കാണുന്നത് അലമാര തുറന്ന് അതിലുള്ള ഡ്രസ്സൊക്കെ നീക്കി എന്തൊക്കെയോ നോക്കുന്ന കാശിയാണ്. കാശി, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അവൻ്റെ പിറകിൽ ചെന്ന് ശ്രുതി പറഞ്ഞു. പറ. അത് നന്ദ്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് അങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. എന്നാലും കറക്റ്റ് ടൈമിൽ ഏത് കാലനാണാവോ വിളിക്കുന്നത്? ദേവ,
നിങ്ങൾ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ അതോ എല്ലാം അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ? സിദ്ധാർത്ഥും നന്ദയുമായുള്ള എൻഗേജ്മെൻറ്റ് നിർത്തണമെന്ന് പറഞ്ഞിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ എന്തോ തിരിഞ്ഞു കളിക്കുകയാണ് ദേവൻ. അത് കണ്ട് കലിപ്പ് കയറി റിൻഷ ഒച്ചെടുത്തതും ആദ്യം കേട്ടത് എന്താ നിന്റെ പ്രശ്നം, നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്നാ. സഹിക്കെട്ട് ദേവൻ റിൻഷയുടെ നേരെ തിരിഞ്ഞു. തുടരും. എന്തായിരിക്കും റിൻഷ അവനോട് പറയുമ്പം അവരുടെ പ്രതികരണം അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക. ഇറ്റ്സ് മിസ് സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.